കാരണം എല്ലാം കൂടി നടക്കൂല. കാരണം വോളിയം കുറച്ച് ശരിയാക്കിയതാണ്. എന്നാലും ഇൻഷാ അല്ലാഹ് നോക്കട്ടെ. ഇപ്പോൾ വോളിയം ഇനി എത്ര കൂട്ടാൻ കഴിയും എന്നുള്ളത് കുറേ കാലത്തിന് ശേഷം നമ്മളെ മൈക്ക് സെറ്റ് ഞാൻ പുറത്ത് ഒന്നാമത്തെ ഒരു വിഷയം. ഇപ്പോൾ ഓക്കെ അല്ലേ? വോളിയം കൂട്ടണം, ഇനിയും കൂട്ടണം. ഹലോ, ഇപ്പോഴോ? ഹലോ ഹലോ ഹലോ, ഇപ്പോഴോ? കീപ്പ് ഇറ്റ് അപ്പ്. അത്യാവശ്യം ഉണ്ടല്ലേ? ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഖഫ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ മുസ്തഫ വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. ബഹുമാനപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ കർമ്മോത്സുകരായ പ്രവർത്തകന്മാരെ, വളരെ ഭാരിച്ച ഒരു ചുമതലയാണ് ഞാൻ എന്റെ ശിരസിൽ പേറിയിരിക്കുന്നത് എന്ന് നന്നായി എനിക്കറിയാം. ഏതാണ്ട് 9 പതിറ്റാണ്ട് കാലത്തെ പ്രവർത്തനം കൊണ്ട് കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ മനസ്സിൽ സ്വാധീനം നേടിയിട്ടുള്ള ഒരു പ്രസ്ഥാനം 9 പതിറ്റാണ്ട് കൊണ്ട് 9 നൂറ്റാണ്ടിന്റെ പ്രവർത്തനം കാഴ്ചവെച്ച ഒരു പ്രസ്ഥാനം. ആ പ്രസ്ഥാനത്തിന്റെ പിന്നിട്ട വഴികളിലേക്ക്, നാൾവഴികളിലൂടെയുള്ള ചെറിയൊരു സഞ്ചാരം എന്ന് പറയുന്നത് അത് വളരെ വിശാലമായിട്ടുള്ള ഒരു വിഷയമാണ്. എന്നെപ്പോലുള്ള ഒരുത്തനെ കുറിച്ച് സംബന്ധിച്ചിടത്തോളം എന്റെ കഴിവിന്റെ അപ്പുറത്താണ് എന്ന് എനിക്ക് തന്നെ നല്ല ബോധ്യമുണ്ട് എന്ന് ഞാൻ ആദ്യമായി പറയുകയാണ്. ഖിയാമത്ത് നാളിന്റെ അലാമത്തുകൾ എണ്ണി പറഞ്ഞ കൂട്ടത്തിൽ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ച ഒരു അടയാളമുണ്ട്. അൻ തലിദൽ അമതു റബ്ബതഹ, അടിമ തന്റെ യജമാനനെ പ്രസവിക്കുന്ന ഒരു ദിനം അതിലുണ്ടാവും, ഒരു കാലഘട്ടം ഉണ്ടാകും എന്ന് പറഞ്ഞപ്പോ, ഷഫീഖ് ഇൻഷാ അല്ലാഹ് വെയിറ്റ് ചെയ്യാം, ഇത് കഴിയട്ടെ. ഞാൻ എന്റെ സമയം കുറച്ച് വൈകി പോയിട്ടാണ്, ഞാൻ പറയാം. അപ്പോ അതില് പറഞ്ഞ കൂട്ടത്തിൽ ഇതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ചില പണ്ഡിതന്മാര് പറയുന്നത് കേട്ടിട്ടുണ്ട്, എവിടെയോ പറയുന്നത് കേട്ടിട്ടുണ്ട്. അത് ഉദ്ദേശിക്കുന്നത് ഇൻഇഖാസുൽ ഉമൂരി വ ഇൻഖിലാബുൽ ഉമൂർ, കാര്യങ്ങളൊക്കെ തല കിക്കാൻ തൂക്കാകുന്ന അവസ്ഥയാണ് എന്ന്. യഥാർത്ഥത്തില് അത് സംഭവമാണ് ഇവിടെ ഇപ്പോ ഓർമ്മ വരുന്നത്. കാരണം സമസ്തയുടെ പ്രവർത്തനങ്ങളുമായിട്ട് നല്ല നിലയിൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന, ചരിത്രങ്ങളെക്കുറിച്ചൊക്കെ ബോധമുള്ള ഒരു സദസ്സിന് മുമ്പിൽ അത്രയൊന്നും ആ വിഷയത്തിൽ പരിജ്ഞാനമില്ലാത്ത ഞാൻ അവതരിപ്പിക്കുമ്പോൾ അങ്ങനെ ഒരു ഇൻഖിലാബ്, ഒരു തലകീക്കാൻ തൂക്കിയ വിഷയത്തിലുണ്ടോ എന്ന് തോന്നിപ്പോവുകയാണ്. അതോടൊപ്പം ഞാൻ നിങ്ങളോട് ആദ്യമായി ക്ഷമ ചോദിക്കാനും കൂടി പറയുന്നു. കാരണം ഈ പരിപാടി ഏതാണ്ട് UAE സമയം ഒരു 10:30 മണിക്ക് ആരംഭിക്കേണ്ടതായിരുന്നു. പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചതല്ലല്ലോ നടക്കുക. അള്ളാഹുവിന്റെ ഒരു തഖ്ദീർ, ഒരു വിഷയത്തിൽ അള്ളാഹു ഖദറാക്കിയതേ സംഭവിക്കൂ. അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. ഞാൻ ജോലി സംബന്ധമായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നാട്ടിൽ ക്യാൻസൽ ചെയ്തില്ല. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടൊരു വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി ഒരാളെടുത്ത് പോകേണ്ടതില്ലായതുകൊണ്ട് അർജന്റായി പോയതായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് മറ്റൊരു പരിപാടിയും ഏറ്റതുണ്ട്. അതും ഏതാണ്ട് സമയം ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട്. ഒരു മാപ്പിളപ്പാട്ട്, ഏതൊരു നമ്മുടെ കണ്ണൂർ ജില്ലയിലെ ഒരു പ്രദേശത്തെ
കണ്ണൂർ ജില്ലയിലെ ഒരു പ്രദേശത്തെ കൂട്ടായ്മയിൽ ഒരു മാപ്പിളപ്പാട്ട് മത്സരം. അപ്പൊ അതിൽ ഒരു ചെറിയ മാപ്പിളപ്പാട്ടിന്റെ താഴ്വേരുകൾ എന്നൊരു വിഷയവും എനിക്ക് തന്നിട്ടുണ്ട്. അപ്പൊ അതും ഇൻഷാ അല്ലാഹ് ഇതിനു ശേഷം നിർവഹിക്കണം എന്നുള്ളത് കൊണ്ട് ഞാൻ പെട്ടെന്ന് ഒരു അരമണിക്കൂറാണ് എന്നോട് ബഹുമാനപ്പെട്ട അമീർ ഇരിങ്ങല്ലൂർ ഇന്നലെ രാത്രി ഏതാണ്ട് 3 മണിക്ക് ഈ കാര്യങ്ങൾ ഫിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ തീരുമാനിച്ചിരുന്നത്. നമുക്കറിയാം, വിശുദ്ധ ഇസ്ലാം കേരളക്കരയിലേക്ക് കടന്നു വന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് തന്നെയാണ് എന്ന് ചരിത്രകാരന്മാർ അതിന് ധാരാളം പിൻബലങ്ങൾ നൽകുന്നുണ്ട്. ആ കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ പ്രബോധനവുമായിട്ട് മാലിക് ബിൻ ദിനാറും ഹബീബ് ബിൻ മാലിക്കിനെ പോലെയുള്ള പ്രഗൽഭ റളിയല്ലാഹു അൻഹും ഇവരൊക്കെ ഇസ്ലാമിക പ്രബോധനാർത്ഥം കടന്നു വന്നു. മഹാനായ മോയിൻകുട്ടി വൈദ്യർ തന്റെ മനോനവ സുഖസാര ഭാസ്കരം ഫി മനാഖിബി ശുഹദായി മദിനിദിമാല മലപ്പുറം മദിനിദിമാല എന്ന കൃതിയിൽ, അതായത് മലപ്പുറം പടപ്പാട്ടിൽ ഈ വിഷയങ്ങളൊക്കെ ആദ്യമായി ഇസ്ലാമിന്റെ ആവിർഭാവ കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിലുണ്ടായ ചന്ദ്രന്റെ പിളർപ്പും ആ മുഅ്ജിസത്തായി വന്ന ചന്ദ്രന്റെ പിളർപ്പും ആ പിളർപ്പ് കേരളക്കരയിൽ നിന്ന് ദർശിച്ച ചേരമാൻ പെരുമാളിനെ കുറിച്ചൊക്കെ തന്റെ ആ പാട്ടിൽ പേരമാൻ പെരുമാൾ ആ ഒരു കാര്യത്തെക്കുറിച്ച് ദർശിച്ചതും, അങ്ങനെ ഈ ഒരു മുഅ്ജിസത്തിന്റെ ഉറവിടം തേടി ചേരമാൻ പെരുമാളിന്റെ യാത്രയും ഇസ്ലാമിക പ്രബോധനവുമായിട്ട് ചേരമാൻ പെരുമാളും കൂട്ടരും ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന് ശേഷം താജുദ്ദീൻ എന്ന പേര് സ്വീകരിച്ചുകൊണ്ട് കടന്നു വരുമ്പോ അവർ ഷഹർ മുക്കല്ല എന്ന സ്ഥലത്തെത്തിയപ്പോ അവിടെ വെച്ച് രോഗം മൂർച്ഛിച്ച് പനി പിടിപെട്ട് അവിടെ വഫാത്തായതും അവിടെ അദ്ദേഹത്തെ മറമാടിയതൊക്കെ ചരിത്രത്തിന്റെ ഒരു ഭാഗമായിട്ട് പറയുന്നുണ്ട്. പക്ഷെ ആ കാലഘട്ടത്തിൽ അവിടെ വെച്ച് ഷഹർ മുക്കല്ലയിൽ വെച്ച് ബഹുമാനപ്പെട്ട താജുദ്ദീൻ റളിയല്ലാഹു അൻഹു അഥവാ ചേരമാൻ പെരുമാൾ മഹാനവറുകൾക്ക് രോഗം പിടിപെട്ട സമയത്ത് അദ്ദേഹം കേരളത്തിലെ അദ്ദേഹത്തിന്റെ ഭരണം ഇവിടെ ഉണ്ടായിരുന്ന ഒരുപാട് സാമന്തന്മാരെ ഏൽപ്പിച്ചുകൊണ്ടായിരുന്നു പലർക്കും കൊടുത്തതിനു ശേഷമായിരുന്നു അദ്ദേഹം പോയിരുന്നത് എന്ന് ചരിത്രത്തിൽ കണ്ടെത്താൻ കഴിയും. അങ്ങനെ കേരള രാജാക്കന്മാർക്കൊക്കെ കത്ത് എഴുതിക്കൊണ്ട് വസിയ്യത്ത് വഅലൈക്കും അസ്സലാം കത്ത് എഴുതിക്കൊണ്ടാണ് ഇവരുടെ കയ്യിൽ ഏൽപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു പോയത്. അല്ലാഹു അദ്ദേഹം മഹാനവറുകളുടെ ഹക്ക് ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളെയും നമ്മുടെ രോഗങ്ങളെല്ലാം വെട്ടിത്തരുകയും നമ്മുടെ രോഗങ്ങളെല്ലാം ശിഫയാക്കി തരുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ആ കത്തുമായിട്ട് ബഹുമാനപ്പെട്ട മാലിക് ബിൻ ദിനാറും കൂട്ടരും കേരളക്കരയിലെത്തുകയും അവരവിടെ മക്കയിൽ നിന്ന് 11 കല്ലുകൾ കൊണ്ടുവന്നു. ആ 11 കല്ലുകൾ വെച്ചുകൊണ്ട് കേരളത്തിന്റെയും അതുപോലെ തന്നെ കേരളത്തിന്റെ അറ്റങ്ങളിലുള്ള പലയിടങ്ങളിലും കണ്ണൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ പള്ളികൾ അതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള പള്ളികൾ 11ഓളം പള്ളികൾ മക്കയിൽ നിന്ന് കൊണ്ടുവന്ന ആ കല്ല് വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവരുടെ നേതൃത്വത്തിലുള്ള ആ സംഘം നിർമ്മിക്കുകയും ചെയ്തു എന്ന്. അവിടെ നിന്നാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് ഇസ്ലാമിക പ്രബോധനം അവരിലൂടെയാണ് കടന്നു വരുന്നത്. ആ കടന്നു വന്ന കാലഘട്ടത്തിൽ അപ്പുവിന് അന്നത്തെ ഇവിടെ ഉണ്ടായിരുന്ന ഹൈന്ദവ സഹോദരന്മാർ ശക്തമായിട്ടുള്ള പിന്തുണ മുസ്ലിം സമൂഹത്തിന് നൽകുക, ഈ കടന്നു വന്ന മുസ്ലിം സഹോദരന്മാർക്ക് നൽകുകയും അവർക്ക് വേണ്ട വിധ സഹായ സഹകരണങ്ങളും സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുകയും അങ്ങനെ ഇസ്ലാമിന്റെ പ്രബോധനം ആരംഭിക്കുകയും ചെയ്തു. ഈ പ്രബോധന കാലഘട്ടത്തിൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ കാലഘട്ടങ്ങളിൽ ദീർഘിച്ച ഈ ഒരു നമ്മുടെ ഈ 14 നൂറ്റാണ്ടിന്റെ ഇടയിലുള്ള ഈ ചരിത്രത്തിൽ ഒരുപാട് പ്രബോധകന്മാരായിട്ടുള്ള സയ്യിദന്മാരും ആലിമീങ്ങളൊക്കെ നമ്മുടെ നാട്ടിലേക്ക് കടന്നു വന്നിരുന്നു. മുസ്ലിം സമൂഹം ഇവിടെ നിന്ന് മുസ്ലിം സമൂഹം നമ്മുടെ കേരളക്കരയിൽ ശക്തിപ്പെട്ടു വരികയും അതോടൊപ്പം തന്നെ ഇവിടെ നാടുവാഴികളായിരുന്ന രാജാക്കന്മാർ സാമൂതിരിയെ പോലെയുള്ള രാജാക്കന്മാരുമായിട്ടൊക്കെ ശക്തമായ ബന്ധം പുലർത്തി പോരുകയും ചെയ്തിരുന്നു. കേരളത്തിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വാസ്കോഡഗാമ 1498 നമ്മുടെ പന്തലായനിലെത്തുന്ന കോഴിക്കോട് ജില്ലയിൽ കാപ്പാടാണോ പന്തലായനിയാണ് എന്നൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഏതായിരുന്നാലും കോഴിക്കോട് ജില്ലയിൽ ഈ രണ്ട് പറയപ്പെടുന്ന പ്രദേശത്തിൽ ഏതോ ഒരു പ്രദേശത്ത് എത്തിയ സന്ദർഭം വരെ മുസ്ലിങ്ങൾ വാണിജ്യപരമായിട്ടും മറ്റൊക്കെ ശക്തി പ്രാപിച്ചിരുന്ന ഒരു കാലഘട്ടമാണ് ഉണ്ടായിരുന്നത് എന്നവരുടെ ചരിത്രത്തിൽ കണ്ടെത്താൻ കഴിയും. ഇവർക്ക് വലിയ തോതിലുള്ള ഒരു ബന്ധം നമ്മുടെ സാമൂതിരി രാജാക്കന്മാരായിട്ടൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കാരണം സാമൂതിരിയുടെ ഒരു വിളംബരമുണ്ട്. ഏറ്റവും നമ്മുടെ ശ്രദ്ധയോടെ വായിക്കേണ്ട കേരളക്കരയിൽ സാമൂതിരിയുടെ ഒരു വിളംബരമുണ്ട്. അതായത് മുസ്ലിം തീരദേശത്ത് പാർക്കുന്ന ഹൈന്ദവ കുടുംബങ്ങളിൽ ഇനി ജനിക്കുന്ന ആൺകുട്ടികളിൽ ഒരാളെയെങ്കിലും മുസ്ലിം മതത്തിന് സംഭാവന നൽകണം, മുസ്ലിമാക്കി വളർത്തണം എന്ന് സാമൂതിരിയെ പോലെയുള്ള ആളുകളുടെ വലിയ
വിളംബരം തന്നെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് ചരിത്രത്തിൽ കണ്ടെത്താൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ്, കാരണം സാമൂതിരിയുടെ ജീവചരിത്രം എഴുതിക്കൊണ്ട് സാമൂതിരിയുടെ കരങ്ങൾക്ക് ശക്തി പകരണം എഴുതി പറഞ്ഞുകൊണ്ട് ഖസീദത്ത് ഫതഹുൽ മുബീൻ എന്ന ബഹുമാനപ്പെട്ട ഖാദി മുഹമ്മദ് റളിയല്ലാഹു അൻഹു മഹാനവർകൾ കേരളം കണ്ട ഖാദി കുടുംബത്തിലെ ഏറ്റവും പ്രഗത്ഭനായ പണ്ഡിതനെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഖാദി മുഹമ്മദ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാനുള്ളത് ഒരുപക്ഷെ നമ്മൾ മുഹീദ്ദീൻ മാല എന്ന് പറയുന്ന ഒരു കൃതിയുടെ കർത്താവാണ്. ആദ്യ കണ്ടെടുക്കപ്പെട്ട മാപ്പിളപ്പാട്ടിലെ ആദ്യത്തെ കൃതി എഴുതിയത് മുഹീദ്ദീൻ ഖാദി മുഹമ്മദ് റളിയല്ലാഹു അൻഹു ആണ് എന്ന്. ഇന്ന് ഖാദി കുടുംബത്തിലെ പ്രഗത്ഭന, ഖാദി കുടുംബം ചെയ്ത ഒരുപാട് സേവനങ്ങൾ, ഈ ഖാദി കുടുംബത്തിൽപ്പെട്ട സിൽസിലത്തുൽ ഫിക്രിയുടെ ഉപജ്ഞാതാവ് പോലെ ഫഖറുദ്ദീൻ അലി ബഹുമാനപ്പെട്ട ഫഖറുദ്ദീൻ തങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് സിൽസിലത്തുൽ ഫിക്രിയ നമ്മുടെ പള്ളി ദർസുകളിലൊക്കെ സിലബസ് ആക്കി സ്വീകരിക്കപ്പെട്ട ഈ സിലബസിന്റെയൊക്കെ ഉപജ്ഞാതാക്കളൊക്കെ ആയിട്ടുള്ള ഒരു വലിയൊരു കുടുംബമായിരുന്നു. ബഹുമാനപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം ഈ സാമൂതിരി നമ്മൾ ഇവിടുത്തെ രാജകുടുംബവുമായിട്ട് മുസ്ലിം സമൂഹം വർദ്ധിച്ചു വരുന്ന ആ ഒരു സ്നേഹബന്ധത്തിന്റെ ഫലമായി കൊണ്ട് അദ്ദേഹം മുസ്ലിങ്ങൾക്ക് ധാരാളം ഉപകാരങ്ങൾ ചെയ്തിരുന്നു. ബഹുമാനപ്പെട്ട ഖാദി മുഹമ്മദിന്റെ ഖസീദത്ത് ഫതഹുൽ മുബീൻ എന്ന കൃതി വായിച്ചു നോക്കുമ്പോൾ നമ്മൾക്ക്, എന്റെ ശബ്ദം കേൾക്കാനല്ലേ, നമുക്ക് അതിൽ കാണാൻ കഴിയും ഫവാജിബുൻ അലാ ജമീഇൽ മുസ്ലിമീൻ അൻ യദഉ ബിമിസ്ലി ദായ മുസ്ലിമീൻ ലിഅന്നഹു മഅ കുഫ്രിൻ യുഹാരിബു വൽ മലിക്കുൽ മുസ്ലിമു ലാ യുഹാരിബു എന്ന് പറയുന്നുണ്ട് അതിൽ. അദ്ദേഹം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സാമൂതിരിക്ക് വേണ്ടി പ്രാർത്ഥന നിർവഹിക്കൽ നമ്മുടെ പേരിൽ നിർബന്ധമാണ് എന്നാണ് ബഹുമാനപ്പെട്ട ഖാദി മുഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ഖസീദത്ത് ഫതഹുൽ മുബീൻ എന്ന് പറയുന്ന ഖസീദയിൽ പറയുന്നുണ്ട്. ലിഅന്നഹു മഅ കുഫ്രിഹി യുഹാരിബു, അവരെ സംബന്ധിച്ചിടത്തോളം അവർ കാഫിർ, അവരുടെ ഇസ്ലാമിക കാഫിർ ആയിക്കൊണ്ട് തന്നെയാണ് അവർ യുദ്ധം ചെയ്യുന്നത്. വൽ മലിക്കുൽ മുസ്ലിമു ലാ യുഹാരിബു, പക്ഷേ നാം മുസ്ലിങ്ങളായിട്ടുള്ള പല രാജാക്കന്മാരും യുദ്ധത്തിന് തയ്യാറാവാത്ത കാലത്ത് മുസ്ലിങ്ങളുടെ ഈ മുസ്ലിങ്ങൾക്ക് ഉപദ്രവം വരുത്തി വെക്കുന്ന പോർച്ചുഗീസുമാരായിട്ടൊക്കെ സമരത്തിൽ ഏർപ്പെടുന്നവർ ഇവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ടവര് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ കൃതിയിൽ തന്നെ പറഞ്ഞു ലി അജലി ദീനിഹിം വദീനിൽ മുസ്ലിമീൻ, അവരുടെ മതത്തിന് വേണ്ടി നമ്മുടെ മതത്തിന് വേണ്ടിയാണ് അവർ യുദ്ധം ചെയ്തത്. ലാകിന്നഹും ഖദ് സാലഹു ലിൽ കാഫിരീങ്ങൾക്ക് നല്ലത് ചെയ്യുന്നുണ്ടെങ്കിലും അതൊക്കെ എന്തായിരുന്നാലും അവർ മുസ്ലിങ്ങൾക്കും ഒരുപാട് ഉപകാരപ്രദമായ രീതിയിൽ യുദ്ധം ചെയ്യുന്നവരായതുകൊണ്ട് അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിൽ ധാരാളം വരികളുണ്ട്. ഏതാണ്ട് ഖസീദ നമ്മൾ എടുത്തു നോക്കിയാൽ അതിന് 537 വരികളോളം ഖസീദ ബഹുമാനപ്പെട്ടവരുടെ ഖസീദക്കുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെയായിരുന്നു ബഹുമാനപ്പെട്ട ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹി. ഒന്നാമനായിരുന്നാലും രണ്ടാമനായിരുന്നാലും ബഹുമാനപ്പെട്ട ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹി ഒന്നാമിന്റേതാണല്ലോ തഹ്രീൽ അഹ്ലിൽ ഈമാൻ അലാ ജിഹാദി അബിദത്തി സുൽബാൻ. കുരിശാരാധകരായിട്ടുള്ള ആളുകൾക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി കേരളത്തിലെ അന്നത്തെ മുസ്ലിമീങ്ങളെ പ്രേരിപ്പിച്ചുകൊണ്ട് കാവ്യരൂപത്തിൽ എഴുതിയിട്ടുള്ള കൃതിയാണ് തഹ്രീൽ അഹ്ലിൽ ഈമാൻ അലാ ജിഹാദി അബിദത്തി സുൽബാൻ. ഇതിലും ബഹുമാനപ്പെട്ടവരും പറയുന്നത് സാമൂതിരിയെ പോലെയുള്ള രാജാക്കന്മാർക്ക് അവരുടെ കരങ്ങൾക്ക് ശക്തി പകരണം എന്ന് തന്നെയായിരുന്നു. അതുപോലെ തന്നെ ഒന്നും കൂടി കടന്നു പറഞ്ഞാൽ സൈനുദ്ദീൻ മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹി സഗീർ രണ്ടാമൻ ബഹുമാനപ്പെട്ട ഫത്വൽ പ്രശസ്ത കൃതിയായിട്ടുള്ള ഫത്വൽ മൊഴിന്റെയൊക്കെ കൃതി മറ്റേ രചയിതാവായിട്ടുള്ള ബഹുമാനപ്പെട്ട ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹി. മഹാനവറുകളെ സംബന്ധിച്ചിടത്തോളം മഹാനവറുകളും പോർച്ചുഗീസുകാർക്കെതിരെ വൈദേശികാധിപത്യത്തിനെതിരെ യുദ്ധം നടത്താൻ വേണ്ടി സമര പോരാട്ടം നടത്താൻ വേണ്ടി മുസ്ലിങ്ങളെ പ്രേരിപ്പിച്ചുകൊണ്ട് എഴുതിയ ഒരു പ്രധാനപ്പെട്ട കൃതിയായിരുന്നു തുഹ്ഫത്തുൽ മുജാഹിദീൻ ഫി ബഅദി അഖ്ബാരിൽ പോർച്ചുഗാലിയൻ. പോർച്ചുഗീസുകാർക്കെതിരെ സമരം ചെയ്യാൻ വേണ്ടി സമരയോദ്ധാക്കൾക്കുള്ള ഒരു സമ്മാനമായിട്ട് എഴുതിയിട്ടുള്ള ആ ഒരു പ്രശസ്ത കൃതി. ആ കൃതിയൊക്കെ നമ്മൾ പലപ്പോഴും വായിച്ച് മനസ്സിലാക്കേണ്ട ചെറിയ കൃതിയാണെങ്കിലും ധാരാളം കേരളത്തിന്റെ ആധികാരിക ചരിത്ര ഗ്രന്ഥം. വലൈക്കും അസ്സലാം, എന്താണ് മനസ്സിലായില്ല, ഒരു PM വന്നിട്ടുണ്ട്. എന്റെ ശബ്ദം കട്ടുന്തലുവാണോ? നമ്മുടെ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹി ആ കൃതി എഴുതുന്ന സന്ദർഭത്തിലൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില സന്ദർഭങ്ങളുണ്ട്. ആ കാലഘട്ടത്തിലെ മുസ്ലിങ്ങളുടെ ഒരുപാട് യാതനകളും മറ്റൊക്കെ അനുഭവിക്കുമ്പോഴും ബഹുമാനപ്പെട്ട ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹി ആ കൃതി എഴുതിക്കൊണ്ട് അത് സംഭാവന അല്ലെങ്കിൽ അതിന്റെ സമർപ്പണം നടത്തിയത് അന്നത്തെ ഷിയാനെ ഒരു രാജാവായിരുന്ന ആദിൽ ഷാഹി കുടുംബത്തിനായിരുന്നു. മുസ്ലിങ്ങൾക്ക് വരുന്ന ഒരു പ്രശ്നത്തിന് എല്ലാവരും ഒരുമിച്ചിരുന്നു കൊണ്ട് പരിഹാരം കാണുക എന്നുള്ളതൊക്കെ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വിഷയങ്ങളാണ്. അങ്ങനെ കേരളത്തിലേക്ക് പോർച്ചുഗീസുകാരും മറ്റുമൊക്കെ കടന്നു വരുന്ന ആ കാലഘട്ടത്തിൽ പോർച്ചുഗീസുകാർ നമ്മുടെ കേരളത്തിലേക്ക് കടന്നു വരാനുണ്ടായ കാരണം നമുക്കെല്ലാവർക്കും അറിയാം.
എന്താണ് അതിന് പ്രധാനപ്പെട്ട കാരണം? നമ്മളൊക്കെ പഠിച്ചു വെച്ചിട്ടുള്ളത് ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിടത്തോളം, യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാലഘട്ടങ്ങളിൽ, ദീർഘിച്ച കാലഘട്ടം അവന്റെ തീന്മേശകളിൽ, അവന്റെ ഭക്ഷണ പൊതികൾക്ക് എരിവും രുചിയും മണവും നൽകിയിരുന്ന, രുചികരമാക്കിയിരുന്ന പല വ്യഞ്ജനങ്ങളും നമ്മുടെ കേരളക്കരയിൽ നിന്നാണ് എത്തുന്നത് എന്ന് അറബികളിലൂടെ മനസ്സിലാക്കിയിരുന്നു. അറബുകളുമായിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ ആ വിഷയങ്ങളൊക്കെ പറയാം. നമ്മള് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹി ആ കാലഘട്ടത്തിൽ അറബുകളുമായിട്ടുള്ള കച്ചവടങ്ങളുടെ ഒരു കാലഘട്ടത്തിലാണ്. അറബുകളുമായിട്ട് പോർച്ചുഗീസുകാർ കടന്നു വരുന്നതിന് മുമ്പ് നമ്മുടെ കേരളത്തിലെ മുസ്ലിങ്ങൾ അറബുകളുമായിട്ട് കച്ചവടം നടത്തിയിരുന്നു, വലിയ വലിയ കച്ചവടങ്ങൾ നടത്തിയിരുന്നു. കാരണം നമ്മുടെ കുരുമുളക്, ഞാൻ വായിച്ച ഒരു സംഭവമാണ്, വായിച്ചു പോയ അറിഞ്ഞ ഒരു സംഭവം പറയാം. നമ്മളൊക്കെ ഒരു പക്ഷെ നമ്മുടെ നാടുകളിൽ കുരുമുളക് അതിന്റെ അറുത്തതിന് ശേഷം, പിന്നെ നമ്മളത് കുരുടുത്തതിന് ശേഷം അതിന്റെ ഒരു ഇതുണ്ടാവില്ല, തണ്ട്, ഓർക്കുന്നുണ്ടോ? ആ തണ്ട് നമ്മുടെ വീടുകളിൽ നിന്ന് വഴിയിലൂടെ വിതറിയിരുന്നു എന്ന് കണ്ടിട്ടുണ്ടോ? അതിന്റെ തണ്ടുകൾ വഴിയിലൂടെ കണ്ടവരുണ്ടോ? ഇപ്പോഴത്തെ കാലത്ത്, ഇപ്പൊ ഒരു കാലം പ്രയാസമാണ്, പക്ഷെ പല ആളുകളും കണ്ടിരുന്നു ഇല്ലേ? കുരുമുളകിന്റെ തണ്ട് അത് തിരിഞ്ഞതിന് ശേഷം അത് നമ്മുടെ വഴിയിൽ വിതറും. ഇതിന്റെ അതിന്റെ യഥാർത്ഥപ്പെട്ട അറിയില്ല എന്നാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. കുരുമുളകിന്റെ തണ്ട് എടുത്തതിന് ശേഷം, കുരുമുളക് എടുത്തതിന് ശേഷം അത് ഉണക്കാൻ വെക്കുമ്പോൾ അതിന്റെ തണ്ടുണ്ടാവും. ആ തണ്ട് നമ്മുടെ നാടുകളിൽ, പഴയ വീടുകളിലൊക്കെ കാണാൻ അവരെന്ത് ചെയ്യും, അത് വഴിയിലൂടെ ഇങ്ങനെ വിതറിപ്പോയിട്ടുണ്ടാവും. പക്ഷെ അത് യഥാർത്ഥത്തിൽ അത് കേരളക്കരയിൽ കടന്നു വന്നത് ഈ അറബുകളുമായിട്ടുള്ള ഒരു കച്ചവടത്തിന്റെ ഭാഗമായിട്ടാണ്. കാരണം ഈ കുരുമുളകിരിക്കുന്ന തിരിയോ അതിന്റെ ആ ഒരു തണ്ട് എന്ത് പറയാന്നുണ്ടല്ലോ, ഏതായാലും ഇപ്പോഴും ഉണ്ടല്ലോ, ഇപ്പോഴും ഉണ്ട്. ഓക്കെ, ഇപ്പോഴുണ്ടെങ്കിൽ അതെന്തിനാ കാരണം എന്ന് വെച്ചാൽ അങ്ങനെ ഒരു സമ്പ്രദായം നമ്മുടെ നാട്ടിലേക്ക് കടന്നു വരാനുണ്ടായ ഒരു കാരണം, നമ്മുടെ ഈ കുരുമുളകിരിക്കുന്ന വീടുകൾ നമ്മുടെ കച്ചവടമായി കസ്റ്റമേഴ്സിന്, കേരളത്തിലേക്ക് എത്തുന്ന കസ്റ്റമേഴ്സിന് ആ വീട് തിരിച്ചറിയാനുള്ള ഒരു മാർഗമായിരുന്നു അത് എന്നാണ് പറഞ്ഞു. മനസ്സിലാണ്ടോ? ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായില്ലേ? അതായത് നമ്മുടെ വീട്, ഈ കച്ചെയ്തിരിക്കുന്ന വീടുകളിലേക്ക് കസ്റ്റമേഴ്സ് കടന്നു വരാനുള്ള ഒരു മാർഗമായിരുന്നു അത് എന്നാണ് എന്ത് ചെയ്യുന്നത്, അതിനെപ്പറ്റി ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ ബഹുമാനപ്പെട്ട ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം റഹ്മത്തുള്ളാഹി, ഞാൻ ഇങ്ങനെ പറഞ്ഞു പോയാൽ അരമണിക്കൂറല്ല, നമുക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ മറ്റന്നാളൊക്കെ ആവുമെങ്കിൽ എന്റെ സമയത്തിന്റെ വിഷയം വെച്ചുകൊണ്ട് നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. അങ്ങനെയൊക്കെ ഈ ബഹുമാനപ്പെട്ട ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹി ഈ കൃതി എഴുതി. ഈ കൃതിയിൽ നിന്ന് പഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം. കാരണം ബഹുമാനപ്പെട്ടവര് ഈ കൃതി എഴുതിക്കൊണ്ട് ഈ കൃതിയിൽ പറയുന്ന ഒരു വിഷയമുണ്ട്. ഈ കേരളത്തിലേക്ക് നമ്മൾ പറയുന്ന യൂറോപ്യരായിട്ടുള്ള ആളുകൾ, പോർച്ചുഗീസുകാരൊക്കെ കടന്ന് ഡച്ചുകാർ ഇവരൊക്കെ കടന്നു വന്നിട്ടുള്ളത് ഈ സുഗന്ധവ്യഞ്ജനങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഈ കുരുമുളകും ഇഞ്ചിയും മേലും ഒക്കെ കൊണ്ടുപോകാനായിരുന്നുവെങ്കിൽ, കുരുമുളകും ഒക്കെ ആയിരുന്നുവെങ്കിൽ ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു പരീക്ഷണമായിരുന്നു പോർച്ചുഗീസുകാർ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ആ കാലഘട്ടത്തിൽ നൽകിയത് എന്ന്. ബഹുമാനപ്പെട്ടവർ പറഞ്ഞ പ്രയോഗം സല്ലല്ലാഹു അലൈഹിൽ ബുർത്തുഗാലിയീൻ, പോർച്ചുഗീസുകാരെ കൊണ്ട് അവരുടെ മേൽ ഭരണാധികാരികളാക്കിയെന്ന. കാരണം അവരുടെ ഇടയിൽ അതിന് കാരണം പറഞ്ഞത് അവരുടെ മുസ്ലിങ്ങൾക്കിടയിൽ തൊഴിയാൻ വർദ്ധിപ്പിച്ചു വന്നു. അള്ളാഹുവിനോടുള്ള ദൈവസ്മരണ മറന്നുപോയി, അള്ളാഹുവിനോടുള്ള ഒരു ബന്ധം അവർ വിട്ടുപോയത് കൊണ്ട് അള്ളാഹു അവർക്ക് മേൽ ഒരു പരീക്ഷണമായിട്ടായിരുന്നു പോർച്ചുഗീസുകാരെ കൊണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹി അതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ബഹുമാനപ്പെട്ട നമ്മൾ ഭൗതികപരമായിട്ടും ആത്മീയപരമായിട്ടും ഒരു വിഷയത്തെ സമീപിക്കണം എന്ന് പോലും പറയുന്ന പല കാര്യങ്ങളും ഇതിലുണ്ട്. ഇതൊരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളിൽ നിന്നൊക്കെ എടുത്തു. മാത്രമല്ല അർളുൽ മുസ്ലിമീൻ എന്നിട്ടാണ് ബഹുമാനപ്പെട്ട മുസ്ലിങ്ങളുടെ നാട് എന്നാണ് അന്ന് കേരളത്തെ വിളിച്ചത്. ഇത് വിളിക്കാമോ എന്ന് പോലും നമ്മുടെ ഇടയിൽ ചർച്ചകൾ കടന്നു വരാറുണ്ടായിരുന്നു അല്ലെ? അതുപോലും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഇത് വിളിക്കാമോ എന്ന്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബിസീനിയയുടെ നജാശി രാജാവിന്റെ അടുത്തേക്ക് പറഞ്ഞയക്കുമ്പോൾ അന്നഹു അർളു സിദ്ഖിൻ, അത് സത്യത്തിന്റെ ഭൂമികയാണ് എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇതുപോലെയൊക്കെയുള്ള അതൊക്കെ വെച്ചുകൊണ്ട് കേരളത്തിലെ ഒരു രാജ്യം, ആ ഒരു കാലഘട്ടത്തിലെ അർളു മുസ്ലിമീൻ എന്ന് വിളിക്കാൻ കഴിയുന്ന ഒരു രാജ്യം കൂടിയായിരുന്നു എന്ന്. പക്ഷെ ഇവിടെ നമ്മൾക്കല്ല ഈ ഒരു വിഷയങ്ങളെ പലപ്പോഴും നമ്മൾ സമീപിക്കുന്നിടത്തുള്ള പാളിച്ചകളാണല്ലോ. നമ്മൾ ഭൗതികപരമായിട്ട് വിഷയങ്ങളുടെ കാരണം, ഇപ്പൊ മഴയില്ലാത്ത ഒരു കാലം നമ്മുടെ കേരളത്തിൽ ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ വരൾച്ച നേരിട്ട ഒരു കാലഘട്ടത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആടും പോത്തും കോഴിയൊന്നും നമ്മൾ പാടത്തേക്ക് ഇറക്കിയിട്ടില്ല. അതുവരെയുള്ളതൊക്കെ നമ്മളൊക്കെ പാടത്ത് പോയി നിസ്കരിക്കുകയും സുന്നി മഹലിന്റെ അവിടെ നമ്മുടെ സമസ്തയുടെ നേതാക്കന്മാരുടെ കീഴിലും മഴയെ തേടിയുള്ള നിസ്കാരം നടക്കുക പോലും ചെയ്തൊരു കാലത്ത്.
പക്ഷേ നമുക്കറിയാലോ, പ്രവാചകന്മാരോട് തന്നെ പറഞ്ഞെന്താ, മഴയില്ലാതെ വളർച്ച പറ്റിക്കൊണ്ട് കുട്ടികൾ പോലും വലിയ പ്രയാസങ്ങൾ അനുഭവിച്ചിരുന്ന ഒരു സമയത്ത് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞല്ലേ, ഇസ്തിഗ്ഫാറിനെ വർദ്ധിച്ചാൽ നിങ്ങളുടെ മേലും ഇദ്റാറായിട്ട് മഴ വർഷിക്കപ്പെടുമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഓരോ വിഷയങ്ങൾക്കും ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഓരോ വിഷയങ്ങളെയും പണ്ഡിതന്മാർ അതിന്റെ ഭൗതികവും അതുപോലെ തന്നെ ആത്മീയവുമായിട്ട് കണ്ടെത്തുന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ അങ്ങാടിയിലെ വിലവർദ്ധവിനെ കുറിച്ചൊക്കെ നമ്മൾ പലപ്പോഴും സംസാരിക്കുന്നവർ ഗവൺമെന്റിന്റെ പാളിച്ചകളാണ്, നമ്മുടെ ഇറക്കുമതി നിയമങ്ങളെ കൊണ്ട് പാളിച്ചകളാണെന്നൊക്കെ പറയുമ്പോൾ അപ്പോ ഹദീസിൽ നമ്മൾ കണ്ടെത്താൻ കഴിയുന്ന ഒരു വിഷയമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ഒരു ഹദീസിൽ കാണാം, അള്ളാഹുവിന് അലാമത്ത് സുഖ്തില്ലാഹി തആല അലാ ഖൽഖി ഔ കമാ ഖാല സ്വല്ലല്ലാഹു അലൈഹി തന്റെ അടിമകളുടെ മേൽ അള്ളാഹുവിന് ദേഷ്യമുണ്ട് എന്നതിനുള്ള ഒരു തെളിവ് എന്താന്ന് പറഞ്ഞപ്പോൾ അവരുടെ പറഞ്ഞ് റഫ്ഉ അസ്ഹാരിഹിം, അവരുടെ അങ്ങാടിയിലെ വില വർദ്ധിക്കലാണ്. ജൂരി സുൽത്താനിഹിം, അവരുടെ സുൽത്താൻ അവരോട് അനീതി കാണിക്കുകയും അതുപോലെ തന്നെ അവരുടെ അങ്ങാടിയിൽ അവർക്ക് വില വർദ്ധിക്കുകയും ചെയ്യും. അള്ളാഹുവിന്റെ ഒരു ദേഷ്യം ഒരു സമൂഹത്തിന് മേൽ വന്നു കഴിഞ്ഞാൽ ഇതിൽ നിന്നൊരു പാഠമുണ്ട്. അപ്പൊ ഇതുപോലെയുള്ള ഒരു പാഠം നൽകലും കൂടിയാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹി ആ ഗ്രന്ഥത്തിലൂടെ പറഞ്ഞത്. നമ്മളെ വിഷയം ഇനിയും കുറച്ചുകൂടി. അപ്പൊ നമ്മുടെ കേരളക്കരയിൽ ബഹുമാനപ്പെട്ട ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കുടുംബം കടന്നുവരലോട് കൂടി, ആ കുടുംബത്തിന്റെ പശ്ചാത്തലം ഒക്കെ നമ്മൾ പറയേണ്ടത്, കൊച്ചിയിൽ വന്നതും അവിടെ നിന്ന് പൊന്നാനിയിലെത്തിയതും സൈനുദ്ദീൻ മഖ്ദൂം റഹ്മത്തുള്ളാഹിയെ പോലെയുള്ള ആളുകളൊക്കെ പിന്നെ കുഞ്ഞിപ്പള്ളി മാഹിയ ചോമ്പാല ആ ഭാഗത്ത് പോയതും ഇസ്ലാമിക വിജ്ഞാനത്തിന്റെ പ്രബോധനം ശക്തമായി നടക്കുകയും അങ്ങനെ വലിയ ഒരു വൈജ്ഞാനികമായ ഒരു വിപ്ലവം, ഈ ഈമാനിക വിപ്ലവത്തിനൊപ്പം ഇസ്ലാമിക വൈജ്ഞാനികമായിട്ടുള്ള ഒരു വിപ്ലവം കൂടി നമ്മുടെ കേരളക്കരയിൽ നടക്കുകയുണ്ടായി. ആ കാലഘട്ടത്തിന് ശേഷം ഇസ്ലാമിക പ്രബോധനാർത്ഥം അവരിൽ നിന്ന് വന്നുകൊണ്ട് ധാരാളം പണ്ഡിതന്മാർ ഇസ്ലാമിക പ്രബോധനം നടത്തി. സൈനുദ്ദീൻ മഖ്ദൂം കബീർ, അതുപോലെ തന്നെ സൈനുദ്ദീൻ മഖ്ദൂം സഗീർ, ഖാദി മുഹമ്മദ്, അതുപോലെ തന്നെ വെളിയങ്കോട് ഉമർ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി, ഔക്കോയ മുസ്ലിയാർ, അബൂബക്കർ കോയ മുസ്ലിയാർ എന്ന പേരിൽ അറിയപ്പെട്ട ഔക്കോയ മുസ്ലിയാർ. നിങ്ങൾക്ക് പരപ്പനങ്ങാടിക്കാരൻ നഹാ കുടുംബവുമായി ബന്ധപ്പെട്ട പണ്ഡിതനായിരുന്നു ബഹുമാനപ്പെട്ട ഔക്കോയ മുസ്ലിയാർ. നമ്മളൊക്കെ ബഹുമാനപ്പെട്ട മമ്പറന്തങ്ങളുടെ ഖാദിമൊക്കെയായിരുന്ന ബഹുമാനപ്പെട്ട ഔക്കോയ മുസ്ലിയാർ. നമ്മൾ മമ്പറന്തങ്ങളുടെ ബെയ്ത്തിൽ തന്നെ നമ്മൾക്കതിൽ കാണാൻ കഴിയില്ലേ, ഔക്കോയ ഈ പറയപ്പെട്ട ബഹുമാനപ്പെട്ട ഔക്കോയ മുസ്ലിയാരും അതുപോലെ തന്നെ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം സഗീർ, മലബാറിന്റെ ഇബ്നു ഖല്ലിഖാൻ എന്ന് കേരളം വിളിച്ച ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം അഖീർ, കബീർ, സഗീർ, അഖീർ ഇങ്ങനെ ഒക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മേനക്കോത്ത് കുഞ്ഞഹമ്മദ് കുട്ടി മുസ്ലിയാരെ പോലെയുള്ള, ന്യൂഞ്ഞേരി കുഞ്ഞഹമ്മദ് ഷെയ്ഖിനെ പോലെയുള്ള, താനൂർ അബ്ദുറഹ്മാൻ ഷെയ്ഖും അവിടുത്തെ കുടുംബ പരമ്പരയിൽ പിറന്ന മക്കളും, അതുപോലെ തന്നെ കോടഞ്ചേരി അഹമ്മദ് കുട്ടി മുസ്ലിയാർ, കാസർഗോഡ് പഴയ കാസിയായിരുന്ന അബ്ദുള്ള മുസ്ലിയാർ, അതുപോലെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിനൊക്കെ കേരളക്കരയിൽ ശക്തമായിട്ടുള്ള നേതൃത്വം നൽകിയിരുന്ന ബഹുമാനപ്പെട്ട മർഹൂം ആലി മുസ്ലിയാർ. ആലി മുസ്ലിയാരൊക്കെ തസവുഫിന്റെ അങ്ങേ അലയിലുള്ള പണ്ഡിതനും തിരൂരങ്ങാടിയിൽ ദർസ് നടത്തിയിരുന്ന മുദരിസായ പണ്ഡിതനും 7 വർഷക്കാലം മക്കത്ത് പോയി ദർസ് നടത്തുകയും അവിടെ നിന്ന് പല ആളുകളിൽ നിന്നും ശിക്ഷത്വം സ്വീകരിക്കുകയും ഒക്കെ ചെയ്ത വലിയൊരു പണ്ഡിതനും സുമ്മിന്റെ ഇജാസത്ത് ഉണ്ടായിരുന്ന ഒരു പണ്ഡിതന് കൂടിയായിരുന്നു ബഹുമാനപ്പെട്ട മർഹൂം ആലി മുസ്ലിയാർ. അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലെ ചീരാഴി എന്ന് പറയുന്ന അരിപ്ര പ്രദേശം നേരത്തെ ചീരാഴി എന്ന പറഞ്ഞ പ്രദേശത്ത് ജനിച്ച് പിന്നീട് കോഴിക്കോട് ജില്ലയിലെ നാദാപുരത്തുകാരനായി അറിയപ്പെട്ട അഹമ്മദ് ഷിറാസി എന്ന് പറഞ്ഞ ചീരായി അഹമ്മദ് മുസ്ലിയാർ നവറല്ലാഹു മർക്കദു, അതുപോലെ തന്നെ ഞമനേക്കാട് ഏനിക്കുട്ടി മുസ്ലിയാർ, അതുപോലെ തന്നെ ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി മുസ്ലിയാർ, അതുപോലെ തന്നെ വെള്ളിയത്ത് കുഞ്ഞഹമ്മദി മുസ്ലിയാർ, നെല്ലിക്കുത്ത് മരക്കാർ മുസ്ലിയാർ. സാഹിത്യ ലോകത്ത് നമ്മുടെ ശാസ്ത്ര ലോകത്തെ പോലും കണ്ട് വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ഒരു മഹാപണ്ഡിതനായിരുന്നു നെല്ലിക്കുത്ത് മരക്കാർ മുസ്ലിയാർ എന്നാണ്. ബഹുമാനപ്പെട്ടവർ 1910 ഹാലിസ് കോമറ്റ് എന്ന് പറയുന്ന ഹാലിയുടെ വാൽനക്ഷത്രം പുറപ്പെട്ടപ്പോ അതിനെക്കുറിച്ച് അത് വീക്ഷിച്ചുകൊണ്ട് അറബ് ഭാഷയിൽ കവിത എഴുതിയ അറബ് ഭാഷയിൽ കവിത എഴുതിയ ഒരു മഹാപണ്ഡിതനാണ്. ഞാൻ ഇന്നലെ ഒരു നക്ഷത്രത്തെ കണ്ടു, ലഹു ദനബുൻ തൊവീൽ, നീണ്ട വാലുള്ള ഒരു നക്ഷത്രത്തെ ഞാൻ കണ്ടു, അത് ഇവിടെ ഈ ദിക്കിൽ പ്രഖ്യാപിച്ചു പറഞ്ഞുകൊണ്ട് അറബ് ഭാഷയിൽ ശാസ്ത്ര ലോകത്ത് ആ കാലഘട്ടത്തിലായിരുന്നെങ്കിൽ അത്ഭുതം, ശാസ്ത്രം പോലും കൂടുതൽ ചിന്തിക്കാത്ത ഒരു കാലഘട്ടത്തിൽ ഇതിനെ കുറിച്ച് പഠനം നടത്തി അറബിയിൽ കവിത എഴുതിയ ബഹുമാനപ്പെട്ട നമ്മുടെ
ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് മരക്കാർ മുസ്ലിയാർ, അതുപോലെ തന്നെ പിന്നെ സമസ്തയുടെ നേതാക്കന്മാരായിട്ട് കടന്നു വന്നിട്ടുള്ള ബഹുമാനപ്പെട്ട അബ്ദുൽ ബാരി മുസ്ലിയാരെ പോലെയുള്ള ആളുകൾ, കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ നബറല്ലാഹു മർക, ഷെർഷേരി അഹമ്മദ് കുട്ടി മുസ്ലിയാർ, നമ്മുടെ ഇവരൊക്കെ സൈനുദ്ദീൻ ഉസ്താദിന്റെ ഒക്കെ വലിയ പോകട, ഒരു പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ റഹ്മത്തുള്ളാഹി, അഹമ്മദ് കോയ ഷാലിയത്തി, 4 മദ്ഹബിലും ഫത്വ കൊടുക്കാൻ കഴിവുണ്ടായിരുന്ന നൈസാമിന്റെ ഭരണകൂടത്തിലെ നൈസാമിന്റെ, അതായത് നൈസാം ഭരണകൂടം നിങ്ങൾക്കറിയാലല്ലേ, നൈസാം ഭരണകൂടത്തിന്റെ ആസ്ഥാനോടായിരുന്നു ഹൈദരാബാദ് ആയിരുന്നു. നൈസാം ഭരണകൂടം നിസാമിയ കോളേജ് ഒക്കെ കാണുന്ന നൈസാമിയ കോളേജ്, ഉസ്മാനിയ കോളേജ്, യൂണിവേഴ്സിറ്റിയെ പോലുള്ള സ്ഥാപനങ്ങളുടെയൊക്കെ പിറകിൽ പ്രവഹിച്ച നൈസാം ഭരണകൂടം, ഈ നൈസാം ഭരണകൂടത്തിനെതിരെ ആയിരുന്നു യഥാർത്ഥത്തിൽ 1948-50 കാലഘട്ടങ്ങളിലെ ഓപ്പറേഷൻ പോളോ എന്ന പേരിൽ വിളിച്ചിരുന്ന ഈ പോലീസ് ആക്ട് ഉണ്ടായിരുന്നത്. പോലീസ് ആക്ട്, ഹൈദരാബാദ് പോലീസ് ആക്ഷൻ എന്നൊക്കെ പറഞ്ഞത് ഇതിനായിരുന്നു. അതായത് ഇന്ത്യ സ്വതന്ത്രമായ ഒരു സന്ദർഭത്തിൽ, നമ്മുടെ സ്വതന്ത്രമായ സന്ദർഭത്തിൽ ഇന്ത്യയുടെ ഗവൺമെന്റ്, ഇന്ത്യയിലെ ഇവിടെയുള്ള നാട്ടുരാജാക്കന്മാരൊക്കെ ഇന്ത്യൻ, ആ നിസാമുദ്ദീൻ അല്ല കേട്ടോ, അബു തൈബ അതല്ല, നിസാമുദ്ദീൻ ഔലിയാണ്. ഇത് നൈസാം ഭരണകൂടത്തിന്റെ ഒരു കുടുംബമാണ്, നൈസാം കുടുംബം. അപ്പോ ഈ ബഹുമാനപ്പെട്ട ഈ കുടുംബത്തിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് അതുണ്ടായതെന്ന് പറയാൻ കാരണം 1947 ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ ഇന്ത്യയിലെ നാട്ടുപ്രമാണികളുടെ, നാട്ടുരാജാക്കന്മാരുടെ കീഴിലുള്ള ഭരണപ്രദേശങ്ങളിലൊക്കെ ഇന്ത്യൻ യൂണിയന് ലയിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ നൈസാം ഭരണാധികാരി അതിനെതിരെ നിൽക്കുകയും അങ്ങനെ അദ്ദേഹത്തിനെതിരെ ശബ്ദജീവനമായി ഇന്ത്യ ഗവൺമെന്റ് നടത്തിയിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആയിരുന്നു, ഒരു മിലിറ്ററി ഓപ്പറേഷൻ ആയിരുന്നു ഹൈദരാബാദ് ആക്ഷൻ. ആ ഹൈദരാബാദ് ആക്ഷൻ കാലത്ത് ആണ് ബഹുമാനപ്പെട്ട കേരളം കണ്ട ആത്മീയ നായകരിൽ ഒരാളായിരുന്ന ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് PMSA പൂക്കോയ തങ്ങൾ അറസ്റ്റ് ചെയ്യപ്പെട്ടത് ഈ ഒരു നിയമത്തിന്റെ ഭാഗമായിട്ടായിരുന്നു. അങ്ങനെ ബഹുമാനപ്പെട്ടവർ പിന്നെ പാങ്ങിൽ ഉസ്താദ്, ഷാലിയത്തിയെപ്പോലുള്ള 4 മദ്ഹബിലും മുഫ്തി, ഈ നൈസാം കുടുംബത്തിന്റെ മുഫ്തി ആയിരുന്നു ബഹുമാനപ്പെട്ട 4 മദ്ഹബിലൊക്കെ ഒരുപാട് ധാരാളം 35-40ഓളം അറബി ഗ്രന്ഥങ്ങളൊക്കെ എഴുതിയിട്ടുള്ള, കവിതകളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് 30-40ഓളം ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുള്ള ബഹുമാനപ്പെട്ട അഹമ്മദ് കോയ ഷാലിയത്തി റഹ്മത്തുള്ളാഹി അലൈഹി. അതുപോലെ തന്നെയാണ് അരിപ്ര മൊയ്തീനാജി മഹാനവറുകൾ. ഞാൻ പലപ്പോഴും നമ്മുടെ റൂമിൽ തന്നെ 1-2 തവണ അരിപ്ര മൊയ്തീനാജി ഉസ്താദിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട KT മാനു മുസ്ലിയാരുടെ നവറല്ലാഹു മർഖദ മഹാനവറുകളുടെ ഉസ്താദൊക്കെ ആയിരുന്നു അരിപ്ര മൊയ്തീനാജി. അതുപോലെ തന്നെ കുന്നപ്പള്ളി ഹൈദർ മുസ്ലിയാർ, താഴേക്കോട് കുഞ്ഞലവി മുസ്ലിയാർ, പട്ടിക്കാട് ജാമിയന്നൂരി അറബിയ കോളേജിന്റെ സ്ഥാപന കാലഘട്ടത്തില് അതിന്റെ ആദ്യത്തെ പ്രിൻസിപ്പളായിരുന്നു 20ാം നൂറ്റാണ്ടിലെ ആദ്യത്തെ പ്രിൻസിപ്പാളൊക്കെ ആയിരുന്നു ബഹുമാനപ്പെട്ട താഴേക്കോട് കുഞ്ഞാലവി മുസ്ലിയാർ. അതുപോലെ തന്നെ അബ്ദുൽ ഖാദിർ ഫളിഫരി റഹ്മത്തുള്ളാഹി അലൈഹി, കിടങ്ങയം ഇബ്രാഹിം മുസ്ലിയാർ, 10-12ഓളം ഭാഷകളിൽ അവഗാഹം നേടിയിരുന്ന വലിയ ഒരു ഭാഷാ പണ്ഡിതൻ കൂടിയായിരുന്നു ബഹുമാനപ്പെട്ട കിടങ്ങ ഇബ്രാഹിം മുസ്ലിയാർ. അതുപോലെ ഇങ്ങനെ തിരൂരങ്ങാടി കാസി സൈനുദ്ദീൻ മുസ്ലിയാർ, ഓടക്കൽ അലി മുസ്ലിയാർ, EK അസം മുസ്ലിയാർ, ഇങ്ങനെയുള്ള റഹ്മത്തുള്ളാഹി അലൈഹിം, ഇങ്ങനെയുള്ള ഒരുപാട് പണ്ഡിതന്മാരുടെ സേവനങ്ങൾ, ഇങ്ങനെ പറയപ്പെട്ടതുമല്ലാത്ത ഒരുപാട് പണ്ഡിതന്മാരുടെ സേവനം കൊണ്ട് കേരളക്കര വളരെ ഇസ്ലാമിക വൈജ്ഞാനിക രംഗത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആ സഹാബത്തിന്റെ ജീവിതത്തിൽ, സഹാബത്ത് റളിയല്ലാഹു അൻഹും അവരുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന അനുവർത്തിച്ചു പോരുന്ന ഇസ്ലാമിക കർമ്മങ്ങളും ഇസ്ലാമിക വിശ്വാസവും ഒക്കെ അനുവർത്തിച്ചു പോരുന്ന ഒരു കാലഘട്ടത്തിലാണ് 1900-ന് ശേഷം നമ്മുടെ കേരളത്തിൽ ഐക്യസംഘം, ഞാൻ ചുരുക്കി പറയാണ് ഇതിലൊക്കെ, ഈ 20കളുടെ കാലഘട്ടത്തിൽ, കാരണം അതൊരു ഖിലാഫത്ത് സംവിധാനത്തിന്റെ ഒരു കാലഘട്ടം കൂടിയായിരുന്നു. നമ്മുടെ പണ്ഡിതന്മാരൊക്കെ ഖിലാഫത്തുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളായിരുന്നു. ബഹുമാനപ്പെട്ട അലി മുസ്ലിയാർ നവറല്ലാഹു മർഖദ നമ്മൾ പറഞ്ഞു, ബഹുമാനപ്പെട്ട കിടങ്ങ ഇബ്രാഹിം മുസ്ലിയാർ, അതുപോലെ തന്നെ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ മഹാനവറുകളെ പോലെയുള്ള പല പണ്ഡിതന്മാരും അന്ന് ബ്രിട്ടീഷ് ഭരണകൂടം അവർക്കെതിരെ വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു, അവരുടെ അറസ്റ്റ് ചെയ്യാൻ വാറണ്ട് പുറപ്പെടുവിച്ചിരുന്ന ഒരു കാലം കൂട്ടിയായിരുന്നു. ബഹുമാനപ്പെട്ട പാങ്ങിൽ ഉസ്താദൊക്കെ നമ്മുടെ ഈ നമ്മുടെ പെരിന്തൽമണ്ണ കഴിഞ്ഞിട്ട് വലിയ ടൗൺ ഉണ്ടല്ലോ, ഇവിടെ എത്തുന്നതിന് മണ്ണാർക്കാട് പ്രദേശത്ത്, ഇപ്പൊ നമ്മുടെ കലത്തിൽ അബ്ദുള്ള ഒക്കെ മരിച്ചു, അതാട് ഈ നമ്മുടെ എന്താണ് കുടുംബത്തിന്റെ പേര്, അവിടെ ഒരു കോളേജൊക്കെ ഉണ്ടല്ലോ, എന്തൊക്കെടിയ കല്ലടി കുടുംബത്തുമായൊക്കെ അവിടെയായിരുന്നു അദ്ദേഹം അഭയം, അവർ കുടുംബത്തിൽപ്പെട്ടവരായിരുന്നു ബഹുമാനപ്പെട്ടവർക്ക് അഭയം നൽകിയത് എന്നൊക്കെ ചരിത്രത്തിൽ. കല്ലടി
കല്ലടി കുടുംബം വലിയ സമ്പന്നമായ കുടുംബമായിരുന്നു. കല്ലടി കുടുംബവും അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലെ വാഴക്കാട് പ്രദേശത്തുള്ള കൊയപ്പത്തൊടി കുടുംബക്കാരുടെ ഫലമായിട്ടാണ് കേരളത്തിലെ തന്നെ ആദ്യത്തെ അറബി കോളേജ് എന്ന് പറയാവുന്ന ഒരു അറബി കോളേജിന് വാഴക്കാട് ദാറുൽ ഉലൂമിന് തുടക്കം കുറിച്ചത് നമുക്കറിയാം അല്ലെ. കല്ലടി ദീനി സേവന രംഗത്ത് അതുപോലെ തന്നെ അതുപോലെ തന്നെയാണ് അവരുടെ ഒരു കുടുംബ പശ്ചാത്തലത്തിന്റെ ഭാഗമായിക്കൊണ്ട് വലിയ ഒരു സഹായം കൊണ്ട് തന്നെയാണ് നമ്മൾ മൗനത്തുൽ ഇസ്ലാം അറബി കോളേജിന്റെ പ്രവർത്തനത്തിനും സഹായമായി വർത്തിച്ചത് എന്നൊക്കെ നമ്മൾ പലപ്പോഴും ചരിത്രത്തിൽ കേട്ടിട്ടുണ്ടാവും. അങ്ങനെയുള്ള ഇവരായിരുന്നു ഞാൻ ചുരുക്കി പറഞ്ഞ കല്ലടി കുടുംബമായിരുന്നു എന്ന് ബഹുമാനപ്പെട്ടവർക്ക് അഭയം നൽകിയത് എന്ന് ചരിത്രത്തിൽ വായിച്ചു പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള മഹാരഥന്മാരായിട്ടുള്ള അപ്പൊ അന്ന് ഈ ഖിലാഫത്ത് സംവിധാനത്തിന്റെ ഒരു കാലഘട്ടത്തിൽ ഐക്യസംഘം പോലെയുള്ള അതുപോലെ തന്നെ ഐക്യസംഘം നിലവിൽ വരികയും ഐക്യസംഘം പിന്നീട് അത് രൂപീകരിക്കപ്പെട്ട് നമ്മുടെ കേരളക്കരയിൽ ഈ ഐക്യസംഘം എന്ത് ചെയ്തു, മുഹമ്മദ് റിളയുടെയും അന്ന് ഇതുണ്ടായിരുന്നു ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ചിന്തകനായിരുന്ന മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ ചിന്തകളെ ആസ്പദമാക്കിക്കൊണ്ട് സയ്യിദ് റഷീദ് റിള അൽമനാർ എന്ന് പറയുന്ന പ്രസിദ്ധീകരണത്തിന്, അൽമനാർ അദ്ദേഹത്തിന്റെ വിശുദ്ധ ഖുർആൻ എന്ന തഫ്സീറുൽ മനാറാണ്. അദ്ദേഹം അതിൽ ഈ അദ്ദേഹത്തിന്റെ ഈ വാരികയിൽ മാസികയിൽ എഴുതിയിരുന്ന ലേഖനങ്ങളെ സമാഹരിച്ചുകൊണ്ടാണ് ആ തഫ്സീർ രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്, അതിന്റെ രൂപകൽപ്പന ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോ റഷീദ് റിളയുടെയും മുഹമ്മദ് അബ്ദുബിന്റെയും അതുപോലെ തന്നെ ജമാലുദ്ദീൻ അഫ്ഗാനി, അദ്ദേഹം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹം ഇറാനിൽ ജനിക്കുകയും അഫ്ഗാനിസ്ഥാന്റെ ഇന്ത്യയിൽ വരെ അദ്ദേഹം വന്ന് താമസിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിൽ വന്നുകൊണ്ട് അദ്ദേഹം താമസിച്ച കാലഘട്ടത്തിൽ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ആ കാലഘട്ടത്തിലാണ് ജമാലുദ്ദീൻ അഫ്ഗാനി, അദ്ദേഹത്തിന്റെയൊക്കെ വികലമായ ചിന്തകളാണ് നമ്മുടെ കേരളക്കരയിലേക്ക് കൊണ്ടുവരാനുള്ളത്. ജമാലുദ്ദീൻ അഫ്ഗാനി ഇന്ത്യയിൽ വന്ന് താമസിച്ചിരുന്നു. അങ്ങനെ ഇന്ത്യയിൽ വന്ന് താമസിച്ച് അദ്ദേഹം ഇന്ത്യയിലെ ഒരു ജനാധിപത്യ ഒരു സംവിധാനത്തെക്കുറിച്ച് ചർച്ച നടത്തി അതിന്റെ ഭാഗമായി കൊണ്ട് രൂപപ്പെട്ടു വന്നതായിരുന്നു ദേശീയ മുസ്ലിം എന്ന് പറയുന്ന ഒരു സംവിധാനം. അദ്ദേഹത്തിന്റെ ആ ഗവേഷണം തന്നെ വലിയ പാളിച്ചയായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ വിയോഗത്തോടു കൂടി ശേഷം ആ ഒരു സംവിധാനം തന്നെ ദേശീയ മുസ്ലിം എന്ന് പറയുന്ന ഒരു സംഘടനാ സംവിധാനം തന്നെ ഇല്ലാതായി പോയതൊക്കെ അദ്ദേഹത്തിന്റെ ഗവേഷണത്തിന്റെ പാളിച്ചകളായിരുന്നു എന്ന് കണ്ടെത്തുന്നു. അങ്ങനെയുള്ള ആളുകളുടെ ഗ്രന്ഥങ്ങളൊക്കെ വായിച്ചുകൊണ്ട് എന്ത് ചെയ്തു, കേരളക്കരയിലേക്ക് കടന്നു വരാനുള്ള ശ്രമം, നമ്മുടെ കേരളക്കരയിൽ അതിന്റെ ചില വിഷവിത്തുകൾ പാകിക്കൊണ്ടുള്ള ശ്രമങ്ങൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമായ്ക്ക് രൂപം നൽകാൻ വേണ്ടി പഴയ കാലത്ത് നമ്മുടെ ബഹുമാനപ്പെട്ട ഉസ്താദുമാര് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ മഹാനവറുകളെ പോലെയുള്ള ആളുകൾക്ക് വലിയ കാരണം 1924 ആലുവയിൽ വെച്ച് നടന്ന ഒരു ദ്വിദിന സമ്മേളനത്തിൽ വെച്ചുകൊണ്ടാണ് 2 ദിവസം നീണ്ടു നിന്ന ആ സമ്മേളനത്തിലായിരുന്നു കേരള ജമിയത്തുൽ ഉലമ രൂപീകരിച്ചത്. കേരള ജമിയത്തുൽ ഉലമ അതായത് ഐക്യസംഘത്തിന്റെ ഭാഗമായി കൊണ്ട് പണ്ഡിത സഭ രൂപീകരിച്ചത്. അതിലേക്ക് ഒരുപാട് കേരളത്തിലെ പണ്ഡിതന്, കാരണം ഉള്ളിലൊന്നും പുറത്തൊന്നും ആയിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പല പണ്ഡിതന്മാരും ആ കാലഘട്ടത്തിലെ പല പണ്ഡിതന്മാരും ഇതുമായി പ്രവർത്തിക്കാനൊക്കെ ചില അവസരങ്ങൾ. പക്ഷെ ഇതിന്റെ കാര്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ അതിന്റെ ഉള്ളിലിരിപ്പ് മനസ്സിലാക്കിയപ്പോൾ നമ്മൾക്കൊരു സംഘടന, മുസ്ലിം സമൂഹത്തിന്റെ സംഘടന എന്ന് ഞാൻ പറഞ്ഞില്ല, മുസ്ലിം സമൂഹത്തിന്റെ ഒരു ഉമ്മത്തിന്റെ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ഒരു യഥാർത്ഥ രൂപം നമ്മളെ നാട്ടിൽ നിലനിൽക്കണം എന്നുള്ള നിലക്ക് രൂപപ്പെട്ടു വന്ന ഒരു സംഘമായിരുന്നു സമസ്ത കേരള ജമിയത്തുൽ ഉലമ. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സ്ഥാപനമൊക്കെ നമുക്കറിയാം. 1925 പ്രമുഖ പണ്ഡിതന്മാരൊക്കെ ആളുകൾ ഒരു വലിയ പണ്ഡിത നിര കോഴിക്കോട് വലിയ ജുമാ മസ്ജിദിൽ ഒരുമിച്ച് കൂടിയതിനു ശേഷം ഈ വിഷയത്തെക്കുറിച്ച് ഈ ജമിയത്തുൽ ഉലമയുടെയും മറ്റുമൊക്കെ പ്രവർത്തനങ്ങൾ ധാരാളം ചർച്ച ചെയ്യുകയും ഒടുവിൽ ഒരു പണ്ഡിത സഭയ്ക്ക് രൂപം നൽകാനുള്ള തീരുമാനമെടുക്കുകയും ചെയ്തു. അത് എന്നാണ് സമ്മേളിച്ചത്? 1925 കോഴിക്കോട് വലിയ ജുമാ മസ്ജിദിൽ വെച്ചുകൊണ്ടാണ് ആ ഒരു തീരുമാനം വന്നത്. അവിടെ വെച്ചുകൊണ്ട് ഈ സഭയ്ക്ക് ഒരു പ്രാഥമിക രൂപം എന്നുള്ള നിലക്ക് ബഹുമാനപ്പെട്ട KP മുഹമ്മദ് മീറാൻ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു, അതുപോലെ തന്നെ പാറോൽ ഹുസൈൻ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു ബഹുമാനപ്പെട്ടവരെ പ്രസിഡന്റും മറ്റു സെക്രട്ടറിയുമായിട്ട് കൺവീനറുമായിട്ട് ആദ്യമായിട്ട് ഈ സഭ രൂപീകരിക്കാനുള്ള ഒരു അഡ്വോ കമ്മിറ്റി എന്നുള്ള നിലവിൽ വരികയും ചെയ്തു. ഈ കാലഘട്ടത്തിനിടയിൽ ഇത് രൂപീകരിച്ചതിനു ശേഷം ഇസ്ലാമിന്റെ അഹ്ലു സുന്നയുടെ പ്രബോധനവുമായിട്ട് ഒരുപാട് പണ്ഡിതന്മാരെ ഇതുമായി ചേർക്കുകയും ഇവരൊക്കെ ഈ അഹ്ലു സുന്നയുടെ യഥാർത്ഥ പ്രബോധന മാർഗത്തിലേക്ക് ജനങ്ങളെ ഉറപ്പിച്ചു നിർത്താനുള്ള പ്രബോധനവുമായൊക്കെ ഇറങ്ങിത്തിരിക്കുകയും ചെയ്തു.
ഏതാണ്ട് 1 വർഷമായതിനു ശേഷമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന സംഘടന രൂപീകൃതമായത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകൃതമായത് 1926 ജൂൺ 26-ന്. 1926 ജൂൺ 26-ന് സയ്യിദ് ഷിഹാബുദ്ദീൻ ചെറുകുഞ്ഞിക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ ആണ് അന്ന് ബരക്കൽ മുല്ലക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ അവിടെ എന്ത് ചെയ്തു, ആ സംഘടന രൂപീകരിക്കാനാണ്. അങ്ങനെയാണ് അവിടെ വെച്ചുകൊണ്ട് പണ്ഡിത സംഘടന രൂപീകരിക്കുകയും അതിന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പേര് ആവിഷ്കരിക്കുകയും ചെയ്തു. അതിനു മുമ്പുള്ള അഡ്വോ കമ്മിറ്റിക്ക് സമസ്ത എന്നുള്ള പേരില്ലായിരുന്നു, ഒരു രൂപമില്ലായിരുന്നല്ലോ. കാരണം അതിനുശേഷം ഈ 1926-ലാണ് ജൂൺ 26-നാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ഒരു പേരിൽ തന്നെ ആ സംഘടന രൂപീകരിക്കുകയും അതിന്റെ ആദ്യ പ്രസിഡന്റ് ആയിക്കൊണ്ട് വരക്കൽ ബ അലവി മുല്ലക്കോയ തങ്ങൾ റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളുടെയൊക്കെ ഈ പറയപ്പെട്ട പണ്ഡിതന്മാരുടെ ഒക്കെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളെയും അള്ളാഹു വീട്ടിത്തരികയും നമ്മുടെ രോഗങ്ങളെയൊക്കെ നമ്മുടെ ഉസ്താദുമാരുടെയും മറ്റും രോഗങ്ങളെ അള്ളാഹു ശിഫയാക്കി തരുമാറാവട്ടെ എന്ന ആത്മാർത്ഥമായി സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ബഹുമാനപ്പെട്ടവര് പ്രസിഡന്റ് ആയിട്ട് സമസ്തയുടെ ആ ഒരു പ്രഥമ പ്രസിഡന്റായിട്ട് യോഗം ആവശ്യപ്പെടുകയും അതുപോലെ തന്നെ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹ, അബുൽ ഹക്ക് മുഹമ്മദ് അബ്ദുൽ ബാരി മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ, KM അബ്ദുൽ ഖാദിർ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ, KP മുഹമ്മദ് മീറാൻ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ മഹാനവർകൾ ഇവരൊക്കെ ഉപാധ്യക്ഷന്മാരായിരുന്നു. ഇവരൊക്കെ ഉപധ്യക്ഷനായിട്ട് ഇവരുടെയൊക്കെ നമുക്ക് പരിചയമാണ്. പാങ്ങിൽ അഹമ്മദ് കുട്ടി ഉസ്താദിനെ കുറിച്ച് നമ്മുടെ വേദിയിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീടൊക്കെ അവസരങ്ങൾ ഉണ്ടെങ്കിൽ, കാരണം എന്റെ സമയവും ഇതൊക്കെ ജോലിയൊക്കെ ഓരോ വിഷയമാണല്ലോ നമ്മുടെ ഈ പ്രവാസ ലോകത്തിനിടയിൽ. അപ്പോൾ അതുപോലെ തന്നെ KM അബ്ദുൽ ഖാദിർ മുസ്ലിയാർ എന്ന് പറഞ്ഞാൽ അബ്ദുൽ ഖാദിർ മുസ്ലിയാർ ഫലുഫരി എന്ന പേരിൽ അറിയപ്പെട്ട ഫലുഫരി ഉസ്താദ്. ഫലുഫരി ഉസ്താദ് എന്ന് പറഞ്ഞാൽ ഇന്ന് പെട്ടെന്ന് മനസ്സിലാകാൻ വേണമെന്ന് KM റഹീമിന്റെ വല്ലിപ്പായിട്ട് വരും. നമ്മുടെ ഈ കൂട്ടിലങ്ങാടിയിൽ നിന്ന് ആനക്കയത്തേക്ക് പോകുമ്പോ പള്ളിപ്പുറം എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്. പള്ളിപ്പുറം എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു കോളേജ് ഉണ്ട്. അബ്ദുറഹ്മാൻ അൽ ഫലുഫരി റഹ്മത്തുള്ളാഹി മഹാനവറുകളുടെ പേരിലുള്ള ഒരു കോളേജ്. വെല്ലൂർ ബാഖിയാത്തു സ്വാലിഹാത്തിന്റെ പ്രിൻസിപ്പൾ ആയിരുന്ന ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ ഫലുഫരി എന്ന് പറയുന്ന പള്ളിപ്പുറം കുട്ടി മുസ്ലിയാർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. അബ്ദുൽ ഫലുഫരി എന്നുള്ളത് പള്ളിപ്പുറം അറബീകരിച്ചതാണ് ഫലുഫരി. ഈ പള്ളിപ്പുറത്തുണ്ടായിരുന്ന കുട്ടി മുസ്ലിയാരുടെ പേരിലാണ് കുട്ടി മുസ്ലിയാർ ബാഖിയാത്തു സ്വാലിഹാത്തിന്റെ പ്രിൻസിപ്പാളും ബാഖിയാത്തിൽ ബഹുമാനപ്പെട്ട ഷംസുൽ ഇൽമി വൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ മഹാനവറുകളുടെ ശരീക്കുമൊക്കെ ആയിരുന്നു. അവർ തമ്മിലുണ്ടായ നൂരിഷാ തരീഖത്തിന്റെ ഒരു സംഭവമൊക്കെ ചരിത്രത്തിൽ ചിലയിടങ്ങളിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം ബഹുമാനപ്പെട്ട കുട്ടി മുസ്ലിയാർ EK ഉസ്താദിന്റെ പ്രസംഗത്തെ നടത്തിയ ഒരു പ്രതികരണമൊക്കെ ചരിത്രത്തിൽ ഞാൻ കേട്ടുപോയത് വളരെ രസകരമായി നല്ല ഗൗരവത്തോടു കൂടി ഇന്നും ഓർക്കുന്നുണ്ട്. അങ്ങനെ ഇവര് ഉപാധ്യക്ഷന്മാരായിട്ടും PV മുഹമ്മദ് മുസ്ലിയാർ, PK മുഹമ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മറാഖിദഹുമ എന്നിവർ സെക്രട്ടറിമാരുമായിട്ട് തെരഞ്ഞെടുക്കപ്പെടുകയും അങ്ങനെയാണ് ഈ ബർക്കത്താക്കപ്പെട്ട ഈ സംഘം തഖ്വയുടെ മേൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു സംഘം രൂപീകരിക്കപ്പെട്ടത് എന്നർത്ഥം. സമസ്ത അങ്ങനെ ഒരു പരമോന്നത ഭരണസമിതിയായിട്ട് ഒരു മുഷാവറ ഉണ്ടാക്കാൻ തീരുമാനിക്കുകയും ആ മുഷാവറക്ക് ഉന്നതരായ 40 പണ്ഡിതന്മാരെ മുഷാവറ അംഗങ്ങളായി എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉഖറവിയായ പണ്ഡിതന്മാരുടെ ഒരു വലിയ കൂട്ടായ്മയായിട്ട് സമസ്ത കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ഉഖറവിയായ പണ്ഡിതന്മാരെന്ന് പറയുമ്പോൾ അവർക്കത് പറയാനാണ് ഏറ്റവും ഇഷ്ടമെങ്കിൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അവർ വെറും പണ്ഡിതന്മാരായിരുന്നു എന്ന് മാത്രം കേവലം ചിന്തിച്ചു പോകുന്നവരാണ് നമ്മളൊക്കെ. എന്നാൽ ബഹുമാനപ്പെട്ട ബരക്കൽ മുല്ലക്കോയ തങ്ങൾ നവ്വറല്ലാഹു മർഖദ മഹാനവറുകളെ പോലെയുള്ളവരുടെ ചരിത്രമൊക്കെ പരിശോധിക്കുമ്പോൾ തൗഫത്തുൽ മുജാഹിദീൻ പോലത്തെ കൃതികളൊക്കെ ബ്രിട്ടീഷുകാർക്ക് മനസ്സിലാക്കാൻ അവർ സഹായിച്ചിരുന്നത് ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ. അപ്പൊ ഇംഗ്ലീഷ് പോലുള്ള ഭാഷകളിലൊക്കെ ധാരാളം കഴിവുള്ള പണ്ഡിതന്മാരായിരുന്നു അവരൊക്കെ. സമസ്തയുടെ പഴയകാല പണ്ഡിതന്മാരുടെ ചരിത്രം നമ്മൾ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്നാല്
നമ്മുടെ ബഹുമാനപ്പെട്ട കോട്ട അബ്ദുൽ ഖാദിർ മുസ്ലിയാർ നവറുല്ലാഹു മർക്കദ മഹാനവറുകളുടെ ജീവിച്ചത്. അദ്ദേഹത്തിന്റെ ആ ഒരു 7ഓളം ഭാഷകൾ, ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമ ധാരാളം ഭാഷകൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന, ഇങ്ങനെ ഏതായിരുന്നാലും ഈ പണ്ഡിതന്മാർക്കൊക്കെ അറബ് ഭാഷയ്ക്ക് പുറമെ ഈ ഫാർസി ഭാഷയിലും ഉറുദു ഭാഷയിലും ഇംഗ്ലീഷ് ഭാഷയൊക്കെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന പണ്ഡിതന്മാരായിരുന്നു. ഇന്ന് 4 അക്ഷരം ഇംഗ്ലീഷ് പറയാൻ കഴിയുന്നതോടുകൂടി നമ്മുടെ ദീനിനെ മറക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ അഹ്ലു സുന്നയെ മറക്കുന്ന ഒരു സംവിധാനമുള്ള അല്ലെങ്കിൽ ഒരു ചിന്താഗതിയുള്ള ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഇരുന്ന് ചിന്തിക്കണം, നമ്മളെക്കാളേറെ കഴിവുള്ള ആളുകളായിരുന്നു ഇവരൊക്കെ. ഇവർ കേവലം മുസ്ലിയാക്കന്മാരായിട്ട് തള്ളപ്പെടരുത് എന്ന് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെ സമസ്ത എന്ത് ചെയ്തു? സമസ്തക്ക് ഇങ്ങനെ ഒരു മുഷാവറ രൂപപ്പെടുകയും പല പ്രധാനപ്പെട്ട അജണ്ടകളും പലപ്പോഴും കേരളക്കരയിൽ വിവാദങ്ങളായ പല പ്രശ്നങ്ങൾക്കും പരിഹാരം സമസ്തയുടെ അവസാന വാക്ക് സമസ്ത മുഷാവറയുടേതായി മാറിയതൊക്കെ ചരിത്രത്തിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. പിന്നെ മതവിഷയങ്ങളെക്കുറിച്ച് ആ കാലഘട്ടങ്ങളിൽ ധാരാളം വിവാദങ്ങൾ നടക്കുന്നതുകൊണ്ട് ചോദ്യങ്ങളൊക്കെ വല്ലാതെ വന്നതുകൊണ്ട് ഈ ചോദ്യങ്ങളും ഹർജികളൊക്കെ പരിശോധിച്ചുകൊണ്ട് അവക്ക് മറുപടി നൽകാൻ വേണ്ടി ഒരു ഫത്വ കമ്മിറ്റി എന്ന പേരിൽ ഒരു പ്രത്യേക സമിതി സമസ്ത രൂപീകരിച്ചു. ഫത്വ കമ്മിറ്റിയുടെ ഒരു നിബന്ധന പിന്നീട് കൊണ്ടുവന്നിരുന്നു. ഫത്വ കമ്മിറ്റിയിലുള്ള ആളുകൾ ആരെങ്കിലും ഒരു ഫത്വക്ക് ഒറ്റക്ക് മറുപടി കൊടുക്കരുതേ എന്നും എല്ലാവരും കൂടിയാലോചിച്ചതിനു ശേഷം മറുപടി കൊടുക്കേണ്ടതാണെന്നുള്ള ഒരു തീരുമാനം പിന്നീട് നമുക്ക് സമസ്തയുടെ മിനിറ്റ്സ് പരിശോധിക്കുമ്പോൾ ഒരു സ്ഥലത്ത് ഞാൻ വായിച്ചു പോയിട്ടുണ്ട്. അപ്പൊ ഫത്വ കമ്മിറ്റിയൊക്കെ രൂപീകരിക്കും. അങ്ങനെ ഈ സമസ്ത കേരളത്തിലെ പ്രബോധനം നടത്തിക്കൊണ്ട് ബിദഈ ചിന്തകരായിട്ടുള്ള ആളുകളുടെ കെ എം മൗലവിയെ പോലെയുള്ള കെ മൗലവിയെ പോലെയുള്ള ആളുകളുടെയൊക്കെ ബിദഈ ചിന്തകളെയൊക്കെ തകർത്തുകൊണ്ട് കേരള മുസ്ലിങ്ങളുടെ അകത്തളങ്ങളിൽ അവരുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് അഹ്ലു സുന്നയുടെ യഥാർത്ഥ ആശയം വീണ്ടും രൂഢമൂലമാക്കപ്പെടുകയും ചെയ്തു. ഇങ്ങനെ നിൽക്കി സമസ്ത പ്രവർത്തിക്കുന്ന സമയത്ത് സമസ്തക്ക് ഒരു രജിസ്ട്രേഷൻ നടത്തിയത് 1926 സമസ്തക്ക് ഒരു രജിസ്ട്രേഷൻ നടത്തിയത് 1934 നവംബർ 14 എന്ന് സമസ്ത രജിസ്റ്റർ ചെയ്യുന്നത്. ഒരു സംഘടന എന്നുള്ള നിലക്ക്, ഒരു യൂണിറ്റ് എന്നുള്ള നിലക്ക്, സംഘടന ഒരു ഓർഗനൈസേഷൻ എന്നുള്ള നിലക്ക് സമസ്ത രജിസ്റ്റർ ചെയ്യുന്നത് 1934 നവംബർ 14 സമസ്ത കേരള ജമിയത്തുൽ ഉലമ രജിസ്റ്റർ ചെയ്തത്. കോഴിക്കോട് ജില്ലയിലാണ് രജിസ്റ്റർ ഓഫീസിൽ വെച്ചുകൊണ്ടാണ് രജിസ്റ്റർ ചെയ്തത്. സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം ഔദ്യോഗികമായിട്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ടു. അതിന്റെ അന്നത്തെ നമ്പർ, രജിസ്റ്റർ നമ്പർ S1 1934/35 എന്ന് കാണാൻ കഴിയും. സമസ്തയുടെ രജിസ്ട്രേഷൻ ഇങ്ങനെയാണ്. രജിസ്ട്രേഷൻ REG.ന് ശേഷം നമ്പർ .S1, എസ് എന്താണ് ഉദ്ദേശിക്കുക? ഒന്നാമത്തെ സംഘടനയായിട്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ടു എന്നാണ് അത് സൂചിപ്പിക്കുന്നത് എന്നാണ്. അത് സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് എന്ന് കേരളത്തിൽ, ഞാനിപ്പോ ടൈപ്പണോ? അത് ഞാൻ പിന്നെ ടൈപ്പ് ചെയ്ത് വിട്ടേണ്ട അങ്ങനെ ഞാൻ ഇൻഷാല്ലാ. ഞാൻ ഇപ്പൊ ടൈപ്പ് ചെയ്യാൻ വിട്ട് കഴിഞ്ഞാൽ ഞാൻ എന്റെ ശ്രദ്ധത്വം മാറിപ്പോകും. അപ്പോ അങ്ങനെയാണ് സമസ്തയുടെ രജിസ്ട്രേഷൻ ആയത്. ഒരുപാട് ലക്ഷ്യങ്ങളുമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. പലരും ചോദിക്കും, ഇൻഷാല്ലാ ചോദിക്കുന്നതിന് കുഴപ്പമില്ല, ഞാൻ തരണ്ടേ, അത് വിഷയമുള്ള കാര്യമല്ല. അഹ്ലു സുന്ന, അത് നമ്മുടെ സമസ്തയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ, ഒന്ന് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ യഥാർത്ഥ ആശയാദർശങ്ങൾക്കനുസരിച്ച് ഇസ്ലാമിക വിശ്വാസങ്ങളെയും ആചാരാനുഷ്ഠാനങ്ങളെയും പ്രബോധനം ചെയ്യുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്നതായിരുന്നു ഒരു ലക്ഷ്യം. മറ്റൊരു ലക്ഷ്യം പറഞ്ഞത് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന സംഘടനകളെയും അവരുടെ കുപ്രചരണങ്ങളെയും നിയമാനുസൃതമായി എതിർക്കുകയും ചെറുക്കുകയും ചെയ്യുക. ബാർ ഉണ്ടാവും, ആ ഇതിന്റെ അടിയിലുണ്ടാവേ വില്ലൻ, നമ്മളെ ചോദ്യചിഹ്നത്തിന്റെ അടിയിലുണ്ടാവും മിക്കവാറും. ചോദ്യചിഹ്നമല്ല, ക്വസ്റ്റ്യൻ ടാഗ്, അതിന്റെ അടിയിൽ ആ ബാർ ഉണ്ടാവും നിങ്ങളെ കമ്പ്യൂട്ടർ കീബോർഡിൽ. അപ്പൊ ഓക്കെ. പിന്നെ മൂന്നാമത്തേതായിട്ട് മുസ്ലിം സമുദായത്തിന്റെ അവകാശങ്ങൾ സംരക്ഷണത്തിനായി നിലകൊള്ളുക. നാലാമത് മതവിദ്യാഭ്യാസത്തിന് ഊന്നൽ കൊടുക്കുകയും മതവിശ്വാസത്തോടും മതസംസ്കാരത്തോടും കൈകോർത്തു പോകുന്ന മതേതര വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുകയും അതിനാവശ്യമായത് ചെയ്യുകയും ചെയ്യുക. ഇത് പ്രത്യേകം എടുത്തു പറയണം. സമസ്തക്കെതിരെ പലപ്പോഴും ഒരു ആരോപണം എന്നുള്ള നിലക്ക് ഭൗതിക രംഗത്തുള്ള വിദ്യാഭ്യാസത്തെ തകർത്തത് സമസ്തയാണ് എന്ന് പല ആളുകളും പറയാറുണ്ട്. അതൊരു കാടടച്ച് വെടിവെക്കുന്നതാണ്. കുല്ലിയത്തുൽ ബനാത്ത് പോലെ തുടങ്ങി വെച്ച നമ്മളുടെ ബഹുമാനപ്പെട്ട മേദീൻകുട്ടി മുസ്ലിയാർ, പറവണ്ണ മേദീൻകുട്ടി മുസ്ലിയാർ, നവ്വറുല്ലാഹു മർക്കദ മഹാനവറുകളെ പോലെയുള്ള ആളുകളൊക്കെ
ഉണ്ടായിരുന്ന ഒരു പ്രസ്ഥാനം. ഇംഗ്ലീഷ് ഭാഷയിലേക്ക് അവഗാഹം നേടുന്ന ധാരാളം പണ്ഡിതന്മാരുണ്ടായിരുന്ന ഒരു സംഘം. ആ സംഘത്തിനെതിരെ പലപ്പോഴും പല ഇംഗ്ലീഷ് ഭാഷ ഇങ്ങനത്തെ വിഷയങ്ങളിലൊക്കെ പലതും പറഞ്ഞുകൊണ്ട് സമസ്തയെ അധിക്ഷേപിക്കുന്ന സമസ്തയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട നാലാമത്തെ ഒരു കാര്യം മതവിദ്യാഭ്യാസത്തിന് ഊന്നൽ കൊടുക്കുകയും മതവിശ്വാസത്തോടും മതസംസ്കാരത്തോടും കൈകോർത്തു പോകുന്ന മതേതര വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുകയും അതിനാവശ്യമായത് ചെയ്യുകയും ചെയ്യുക. മനസ്സിലായില്ലേ? അപ്പൊ ഇത് നമ്മുടെ അതുപോലെ തന്നെ അന്ധവിശ്വാസങ്ങൾ, അരാജകത പറ്റുന്നതായിരുന്നു, അരാജകത്വം, അധാർമികത, അനൈക്യം എന്നിവ തുടച്ചു നീക്കി മൊത്തത്തിൽ മുസ്ലിം സമുദായത്തിന്റെ ക്ഷേമത്തിനും ഉന്നമനത്തിനും വേണ്ടി പ്രവർത്തിക്കുക. ഇങ്ങനെയൊക്കെയായിരുന്നു സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ സ്ഥാപക ലക്ഷ്യങ്ങൾ, അതിന്റെ ലക്ഷ്യങ്ങൾ എന്ന് ഒക്കെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് നാളെ ഒരു ഒഴിവിനനുസരിച്ച് നമുക്ക് സമസ്തയുടെ ആദ്യകാലങ്ങളിലെ സമ്മേളനവും ഇപ്പോൾ സമസ്തയുടെ എത്തി നിൽക്കുന്ന ഒരു സമ്മേളനത്തോടനുബന്ധിച്ചാണ് നമ്മുടെ ഈ ചർച്ച കടന്നു വന്നത്. ബഹുമാനപ്പെട്ട അമീർ ഒരുങ്ങല്ലൂര് ഇന്നലെ രാത്രി 3 മണിക്ക് ഞാനൊന്ന് അപ്രതീക്ഷിതമായി നമ്മുടെ റൂമിലെത്തപ്പെട്ടപ്പോൾ പിടിച്ചു നിർത്തി പറഞ്ഞേൽപ്പിച്ചതായിരുന്നു. ഇനി സമസ്തയുടെ നമ്മുടെ സമ്മേളനങ്ങള്, അതുപോലെ തന്നെ പ്രസക്തമായിട്ടുള്ള സമ്മേളന പ്രമേയങ്ങള്, പിന്നെ നമ്മുടെ സംഘടനകളുടെ പോഷക സംഘടനകള് ഇൻഷാ അല്ലാഹ്, അതുപോലെ തന്നെ ആദ്യ കാലഘട്ടങ്ങളിലെ സമസ്തയുടെ ആദ്യത്തെ മുഷാവറ മെമ്പർമാര്, അതുപോലെ തന്നെ സമസ്തയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച ആളുകള്, സമസ്തയിലെ ഈ ചില പ്രധാനപ്പെട്ട സമസ്തയിലെ പല പ്രധാനപ്പെട്ട വിഷയങ്ങൾക്കുണ്ടായിരുന്നുള്ള ചില മിനിറ്റ്സുകൾ അടിസ്ഥാനപ്പെടുത്തിയുള്ള ചർച്ച, സമസ്തയിലുണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങൾക്ക് അതും അതുപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ആള് കടന്നു വന്ന മുഷാവറ ഏതായിരുന്നു എന്നൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് നാളെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ നമുക്ക് ചർച്ച ചെയ്യാം. ഇന്ന് ഞാൻ അരമണിക്കൂർ പറഞ്ഞ് അധികരിച്ചു പോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. അസ്സലാമു അലൈക്കും അധികരിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയാം, എന്നോട് പ്രത്യേകം ക്ഷമിച്ചാലും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.